ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളൊരു അപ്ഡേറ്റ് ആണ്. അതായത് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ചില വാർത്തകളാണ്. ഒരു തരത്തിൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത എന്ന് തന്നെ പറയാം. നമ്മൾ എല്ലാവരും വിചാരിച്ച പോലെ തന്നെ ഏകദേശം അലോട്ട്മെന്റ് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്ത് ഡൗട്ടുകളൊക്കെ കമന്റുകളായിട്ട് ചെയ്ത് വന്ന് പലർക്കും അഡ്മിഷൻ കിട്ടിയെന്ന് അറിയുന്നതിൽ സന്തോഷം. സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ അഡ്മിഷൻ കിട്ടിയപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുകയുണ്ടായി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സ് വഴി നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഡിഗ്രി സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങളുടെ ടീം റിപ്ലൈ തരുന്നതാണ്. സോ കാര്യത്തിലേക്ക് കടക്കാം. എന്തായാലും ജൂലൈ 1 മുതൽ നമ്മൾ നേരത്തെ പ്രീ പ്ലാൻഡ് ചെയ്ത പോലെ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. ചില യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ അതിൽ മാറ്റം വന്നേക്കാം. എന്തായാലും ആ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചില പ്രത്യേക കോട്ടകൾ വഴി, അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി കടക്കാൻ പോകുന്നത് കോളേജ് ലൈഫിലേക്കാണ്. നിങ്ങൾ സിനിമകൾ കണ്ടും ഫാന്റസി കണ്ടും ഒക്കെ ഒരുപാട് മനക്കോട്ട കെട്ടിയിട്ടുണ്ടാകുന്ന ഒരു ലൈഫ് പീരീഡിലാണ് നിങ്ങൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് കോളേജ് ലൈഫ്. സോ നിങ്ങൾ എടുക്കുന്ന കോളേജും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന കൂട്ടുകാരും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത 4 വർഷമായിക്കോട്ടെ, 3 വർഷമായിക്കോട്ടെ. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ കുറച്ച് മാറേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇനി നിങ്ങളോട് പിറകെ നടന്ന് പഠിക്കാൻ പറയുന്ന രക്ഷകർത്താക്കളോ ടീച്ചേഴ്സോ ഉണ്ടാകില്ല. നിങ്ങൾ തന്നെയാണ് ഡിസിഷൻ മേക്കർ, നിങ്ങൾ തന്നെയാണ് ചോയ്സ് മേക്കർ. ഇപ്പോൾ +2 വരെ എന്ന് പറയുന്നത് കുറേ വിദ്യാർത്ഥികൾ ഫോഴ്സ്ഡ് സ്റ്റഡിയാണ്. അവർ അതുവരെ പഠിക്കണം. ഇനി അങ്ങനെയല്ല. നിങ്ങളോടൊപ്പം പഠിച്ചവർ തന്നെ പോളിടെക്നിക്കിന് പോയിട്ടുണ്ടാവും, ITIക്ക് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് കോഴ്സിന് പോയിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും ഡിഗ്രി പഠിക്കാൻ ചൂസ് ചെയ്തു. അപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ പഠിച്ച് വലിയ മാർക്ക് മേടിച്ചു എന്നതിലല്ല, നിങ്ങൾ ഇതിനോടൊപ്പം നേടുന്ന അനുഭവങ്ങളും അതോടൊപ്പം തന്നെ സ്കില്ല്. ഇപ്പോൾ ഒരു BCom ഒക്കെ എടുത്ത ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ എക്സൽ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ബെനിഫിറ്റഡ് ആവും. പിന്നീട് അങ്ങോട്ട് ജോലിക്കാണെങ്കിൽ അങ്ങനെ നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കുകയാണ്, സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ചിന്തിക്കുകയാണെങ്കിൽ അതിനൊക്കെ വളരെ ഉപകാരപ്രദമാകും. സോ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ഒരുക്കിയെടുക്കുക. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എൻജോയ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ് പ്ലസ് പഠനം പ്ലസ് എക്സ്പീരിയൻസ്, ആ ഒരു സെന്റർ ആയിരിക്കട്ടെ കോളേജുകൾ. നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം എന്താണ്, നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് വെച്ച് നമ്മൾ വിട്ടിട്ട് പോയാലെന്തോ എന്നൊക്കെ തോന്നും. അത് കോളേജുകളുടെയും നമ്മളുണ്ടാകുന്ന ഒരു രീതിയാണ്. സോ അവിടെ എല്ലാം സ്റ്റിൽ മോട്ടിവേഷൻ അല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ കോളേജ് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഫാന്റസി ലൈഫ് തന്നെ കിട്ടും, ദാറ്റ്സ് നോ ഡൗട്ട്. ബട്ട് സ്റ്റിൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കൊണ്ടുപോവുക. പഠിക്കാൻ വേണ്ടി മാത്രം പോകരുത്, എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം പോകരുത്. അത് രണ്ടും ശ്രമിക്കുക. അതോടൊപ്പം ആ ഫാക്ടർ, സെൽഫ് ഫാക്ടർ ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളോടൊപ്പം നിന്നതിന്, ഇനിയും നിൽക്കുന്നതിന്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും മെസ്സേജ് അയക്കുക. ഞങ്ങളുണ്ടാവും, കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ കാണാം. ബൈ.